ഏറ്റവും അവസാനമായി പ്രീമിയർ ലീഗ് കിരീടം നേടിയത് 2013-ൽ. ചാമ്പ്യൻസ് ലീഗിന്റെ തിളക്കം ഓൾഡ് ട്രാഫോർഡിൽ എത്തിയിട്ട് വർഷം 17 പിന്നിട്ടു. പോയ സീസണിൽ പ്രീമിയർ ലീഗിൽ ഫിനിഷ് ചെയ്തത് 15ാം സ്ഥാനത്ത്. ലീഗിൽ ഒരു ടൈറ്റിൽ റേസിൽ പോലും അവരെ കണ്ടിട്ട് എത്രയോ വർഷങ്ങളായി. എന്നിട്ടും എന്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇത്ര ആരാധകർ? കണക്കുകൾ ഏതുമെടുത്തോളൂ, ഏതു മാനദണ്ഡങ്ങൾ പ്രകാരം നോക്കിയാലും പ്രീമിയർ ലീഗിലെ ഏറ്റവും ആരാധകരുള്ള ക്ലബ്ബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. അത് സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിൻ്റെ കാര്യത്തിലായാലും ഓഫ്ലൈനിലായാലും അങ്ങനെ തന്നെ. മറ്റു ക്ലബ്ബുകളുടെ ആരാധകർ ക്ഷമിക്കുക. ബ്രിട്ടനിലെ ഏറ്റവും ആരാധക പിന്തുണയുള്ള ക്ലബ്ബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെന്ന് ഈ വർഷം BBC തന്നെ നടത്തിയ സർവേ പറയുന്നു. 10 വർഷം മുമ്പ് വരെ ലോകത്തെ ഏറ്റവും ആരാധകരുള്ള ക്ലബ്ബും യുണൈറ്റഡ് ആയിരുന്നു. 2012-ലെ ഒരു പഠനം പറയുന്നത് ലോകത്തെമ്പാടുമായി അവർക്ക് 65 കോടിയോളം ആരാധകരുണ്ടെന്നാണ്. ലോക ജനസംഖ്യയുടെ തന്നെ 10% ആളുകൾ യുണൈറ്റഡ് ആരാധകരാണെന്നത് ഞെട്ടിക്കുന്നൊരു കണക്കാണ്. കാലാന്തരത്തിൽ യുണൈറ്റഡിൻ്റെ ജനപിന്തുണയ്ക്ക് ഇടിവ് തട്ടിയിട്ടുണ്ട്. നിലവിൽ റയൽ മാഡ്രിഡ്, ബാഴ്സലോണ എന്നിവർക്ക് അവരെക്കാൾ ആരാധകരുള്ളതായി വിവിധ കണക്കുകൾ പറയുന്നു. പക്ഷേ പോയൊരു പതിറ്റാണ്ടിൽ ഇത്രയുമധികം തിരിച്ചടികൾ നേരിട്ടിട്ടും ആരാധകരുടെ എണ്ണത്തിൽ യുണൈറ്റഡ് ടോപ്പ് 3-ൽ തന്നെയുണ്ട്. ഇനി ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള ക്ലബ് എടുത്താലോ, ഫോബ്സിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം അവിടെയും യുണൈറ്റഡ് മുന്നിൽ തന്നെയുണ്ട്. യുണൈറ്റഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.6 ബില്യൺ. മുന്നിലുള്ളത് റയൽ മാത്രം. ചാമ്പ്യൻസ് ലീഗ് യോഗ്യത പോലുമില്ലാത്ത ഒരു ക്ലബ്ബ് എന്തുകൊണ്ടാണ് ഇന്നും ലോക ഫുട്ബോളിൻ്റെ ഉമ്മറത്തിരിക്കുന്നത്? പരിശോധിക്കാം. യുണൈറ്റഡ് ലോകമെമ്പാടും സ്വീകരിക്കപ്പെടാനുള്ള പ്രധാന കാരണം ടെലിവിഷൻ്റെ പ്രചാരമാണ്. ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിൻ്റെ സാധ്യതകൾ ഏറ്റവും സമർത്ഥമായി ഫുട്ബോളിൽ ഉപയോഗപ്പെടുത്തിയത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗാണ്. 1992-ൽ ഇംഗ്ലീഷ് ഫസ്റ്റ് ഡിവിഷൻ ലീഗ് പ്രീമിയർ ലീഗായി റീബ്രാൻഡ് ചെയ്ത ശേഷം അവർ കാര്യമായി ഫോക്കസ് ചെയ്തത് TV മാർക്കറ്റിങ്ങിലായിരുന്നു. ഇതോടെ ഇറ്റാലിയൻ ലീഗ് അടക്കമുള്ളവരെ പിന്തള്ളി പ്രീമിയർ ലീഗ് 1ാം സ്ഥാനത്തേക്ക് കയറി. 1996-ൽ തന്നെ ഇന്ത്യയിൽ പ്രീമിയർ ലീഗിൻ്റെ ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു. മറ്റു പ്രമുഖ ലീഗുകൾക്ക് 2025-ൽ പോലും ടെലികാസ്റ്റ് ഇല്ല എന്ന് ഓർക്കണം. പ്രീമിയർ ലീഗ് ലോകമെമ്പാടും പടരുമ്പോൾ അതിനോടൊപ്പം യുണൈറ്റഡിൻ്റെ ചുവപ്പ് നിറങ്ങളും ആരാധകരുടെ ഹൃദയത്തിലേക്ക് പടർന്നു. പ്രീമിയർ ലീഗിലെ ഏറ്റവും ഗ്ലാമറസായ സക്സസ്ഫുള്ളായ ടീം തന്നെ ആരാധകരുടെ ഫസ്റ്റ് ചോയ്സ് ആകുന്നത് സ്വാഭാവികമായ ഒന്നാണ്. യുണൈറ്റഡിനെ ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആക്കുന്നതിൽ പ്രധാനി ആരാണെന്ന് പ്രത്യേകം പരാമർശിക്കേണ്ടതില്ല. സർ അലക്സ് ഫെർഗ്യൂസൺ. ഫെർഗ്യൂസൺ മാത്രം 13 കിരീടങ്ങളാണ് ചുവന്ന റിബൺ കെട്ടി ഓൾഡ് ട്രാഫോർഡിലേക്ക് കൊണ്ടുവന്നത്. വിജയങ്ങൾക്കും ടൈറ്റിലുകൾക്കും പുറത്ത് ഫെർഗ്യൂസൻ്റെ ഓറയും ക്യാരക്ടറും യുണൈറ്റഡിനെ ഒരു ബ്രാൻഡാക്കി മാറ്റി. താരങ്ങളും ഉടമകളുമെല്ലാം ഉണ്ടെങ്കിലും യുണൈറ്റഡിൻ്റെ അവസാന വാക്കായും അതോറിറ്റിയായും ഫെർഗ്യൂസൺ നിലകൊണ്ടു. കൂടാതെ ആഴ്സൺ വെംഗർ, ഹോസെ മൊറിഞ്ഞോ എന്നീ മാനേജർമാരുമായും മാഞ്ചസ്റ്റർ സിറ്റി, ലിവർപൂൾ എന്നീ ടീമുകളുമായുള്ള അദ്ദേഹത്തിൻ്റെ റൈവൽറി യുണൈറ്റഡിനെ ഒരു ഹോട്ട് ടോപ്പിക്കായി നിലനിർത്തി. ഫെർഗ്യൂസൻ്റെ സൈക്കോളജിക്കൽ ഗെയിമുകൾ, ചില പ്രസ്താവനകൾ, മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി എന്നിവയെല്ലാം യുണൈറ്റഡിൻ്റെ ബ്രാൻഡ് ബിൽഡിങ്ങിൽ ഏറെ സഹായകരമായി. മറ്റൊരു പ്രധാന ഘടകം സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യമാണ്. ബോബി ചാൾട്ടൺ, ജോർജ് ബെസ്റ്റ് അടക്കമുള്ള വിൻറ്റേജ് ഇതിഹാസങ്ങൾ യുണൈറ്റഡിനായി പന്തു തട്ടിയത് ഇംഗ്ലണ്ടിൽ യുണൈറ്റഡിനെ ജനകീയമാക്കി. ഇനി പ്രീമിയർ ലീഗ് ഇറയിലേക്ക് വന്നാലും സൂപ്പർ താരങ്ങളുടെ നീണ്ട നിര തന്നെ യുണൈറ്റഡിൽ കാണാമായിരുന്നു. 90കളിലെ സൂപ്പർ സ്റ്റാറുകളായ എറിക് കണ്ടോണ, പീറ്റർ ഷിമേക്കിൽ അടക്കമുള്ള താരങ്ങൾ അവിടെയായിരുന്നു കളിച്ചത്. യുണൈറ്റഡിനെ ഇത്രയും പോപ്പുലറാക്കിയതിൽ പറയേണ്ട 2 പേരുകൾ കൂടിയുണ്ട്. അതിലൊന്ന് ഡേവിഡ് ബെക്കാമാണ്. കളിക്കളത്തിലും കളത്തിനു പുറത്തും വലിയ മീഡിയ അറ്റൻഷൻ ബെക്കാമിനുണ്ടായിരുന്നു. കളിക്കളത്തിലെ പെർഫോമൻസിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലും ഓറയുമെല്ലാം വലിയൊരു വിഭാഗം ആരാധകരുടെ മനസ്സിനെ ചുവപ്പിച്ചു. ബെക്കാം റയലിലേക്ക് ചുവടുമാറിയെങ്കിലും അടുത്ത സൂപ്പർ സ്റ്റാറും അവിടെ പിറവിയെടുത്തു. ദി വൺ ആൻഡ് ഓൺലി ക്രിസ്ത്യാനോ റൊണാൾഡോ. ദീർഘകാലത്തിന് ശേഷം ബാലൻ ഡിയോർ ഓൾഡ് ട്രാഫോർഡിൽ എത്തിച്ച റൊണാൾഡോയ്ക്ക് ശേഷം മറ്റൊരാൾക്കും ആ നേട്ടത്തിലെത്താനായിട്ടില്ല. വെയ്ൻ റൂണി, റിയാൻ ഗിഗ്സ്, പോൾ സ്കോൾസ്, കാർലോസ് ടെവസ്, ഇബ്രാഹിമോവിച്ച്, മൈക്കൽ ഓവൻ, റോയ് കീൻ എന്നിങ്ങനെ നീളുന്ന അനേകം സൂപ്പർ സ്റ്റാറുകളും അവിടെ പന്തുതട്ടി. മറ്റൊന്ന് യുണൈറ്റഡിൻ്റെ ഒരു കാലത്തെ മെൻറ്റാലിറ്റിയാണ്. ലോകത്ത് മറ്റൊരു ക്ലബിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത തിരിച്ചടി അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. 1958-ൽ യൂറോപ്യൻ കപ്പ് ക്വാർട്ടറിനായി യൂഗോസ്ലാവിയൻ തലസ്ഥാനമായ ബെൽഗ്രേഡിലെത്തിയ യുണൈറ്റഡ് താരങ്ങളുമായി വിമാനം നാട്ടിലേക്ക് തിരിക്കുകയാണ്. അതിനിടയിൽ ഇന്ധനം നിറക്കാനായി ജർമ്മനിയിലെ മ്യൂണിക്കിലിറങ്ങിയ വിമാനം അപകടത്തിൽപ്പെടുന്നു. കളിക്കാരും ഒഫീഷ്യൽസും അടക്കമുള്ള 20 പേർ ആ ദുരന്തത്തിൽ മരണമടഞ്ഞു. മാറ്റ് ബസ്ബി എന്ന വിഖ്യാത പരിശീലകന്റെ ശിക്ഷണത്തിൽ ലോകം അറിഞ്ഞു തുടങ്ങിയ ബസ്ബി ബേബീസ് എന്ന് വിളിക്കപ്പെട്ട യുണൈറ്റഡ് സംഘത്തിലെ 8 താരങ്ങൾ അന്ന് മ്യൂണിക്കിൽ വെച്ച് അന്ത്യശ്വാസം വലിച്ചു. ഡങ്കൻ എഡ്വേർഡ്സിനെ പോലെയുള്ള പ്രതിഭാധരർ മരണമടഞ്ഞപ്പോൾ ബോബി ചാൾട്ടൺ അടക്കമുള്ള ഏതാനും പേർ രക്ഷപ്പെട്ടു. ഈ അപകടവും അതിനുശേഷം ഫിനിക്സ് പക്ഷിയെപ്പോലുള്ള ഉയർത്തെഴുന്നേൽപ്പും ലോകമെമ്പാടും യുണൈറ്റഡിനൊരു വീരപരിവേഷം തന്നെ നൽകി. മ്യൂണിക് ദുരന്തത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, സിനിമകൾ, ഡോക്യുമെൻ്ററികൾ എന്നിവയെല്ലാം പോപ്പുലർ കൾച്ചറിൽ ഏറെ സ്വീകരിക്കപ്പെട്ടു. മറ്റൊന്ന് യുണൈറ്റഡ് ഫെർഗ്യൂസൻ്റെ കാലത്ത് സൃഷ്ടിച്ച മിറാക്കിൾ മൊമെൻറ്റുകളാണ്. നാടകീയ മത്സരങ്ങളും കംബാക്കുകളും യുണൈറ്റഡിനെ TV-യിൽ ഒരു ബോക്സ് ഓഫീസ് ബ്രാൻഡാക്കി മാറ്റി. 1999-ലെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഉദാഹരണം. 91 മിനിറ്റ് വരെ ബയേണിനോട് 1 ഗോളിന് പിന്നിലായിരുന്നു യുണൈറ്റഡ്. പക്ഷേ ഇഞ്ചുറി ടൈമിൽ ടെഡ്ഡി ഷെറിംഗാമും ഒലെ സോൾഷറും നേടിയ ഗോളുകളിൽ യുണൈറ്റഡ് മിറാക്കിൾ വിൻ സ്വന്തമാക്കുന്നു. ഇതുപോലെയുള്ള ഫൈറ്റിംഗ് സ്പിരിറ്റുകളും കംബാക്കുകളും ഫെർഗി ടൈമും യുണൈറ്റഡിനെ ലോകമെമ്പാടും പോപ്പുലറാക്കി മാറ്റി. ഏഷ്യ, ആഫ്രിക്ക, USA എന്നിവിടങ്ങളിലേക്കുള്ള പ്രീ സീസൺ ടൂറുകൾ,
അഡിഡാസ് അടക്കമുള്ള ഭീമന്മാരുമായുള്ള പാർട്ണർഷിപ്പുകൾ, ജോർജ് ബെസ്റ്റ്, റിയാൻ ഗിഗ്സ്, ഗാരി നെവില്ലെ, ഡേവിഡ് ബെക്കാം, മാർക്കസ് റാഷ്ഫോർഡ് അടക്കമുള്ള ഒട്ടേറെ താരങ്ങളെ അക്കാഡമികളിലൂടെ വളർത്തിയെടുത്തത്, സ്റ്റേഡിയം അറ്റ്മോസ്ഫിയർ എന്നിവയെല്ലാം യുണൈറ്റഡിൻ്റെ പോപ്പുലാരിറ്റിയെ വലിയ രീതിയിൽ വളർത്തി. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ യുണൈറ്റഡ് അനുഭവിക്കുന്നത് പോയ ജനറേഷൻ ചെയ്ത കൃഷിയുടെ വിളവെടുപ്പാണ്. ഈ ജനറേഷൻ ചെയ്തതിൻ്റെ ഇമ്പാക്റ്റുകളും അതിൻ്റെ ഫലങ്ങളും യുണൈറ്റഡ് എന്ന ബ്രാൻഡിനെ എത്രത്തോളം പരിക്കേൽപ്പിച്ചു എന്നറിയാൻ ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും.